സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായി നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യം നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ക്ലാസ്സിലേക്ക് അവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. വളരെ ശക്തമായ മഴയും കാറ്റും പ്രയാസങ്ങളും ഉണ്ടാക്കി പലയിടത്തും കറണ്ടും ഇലക്ട്രിസിറ്റിയുടെ സാഹചര്യമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് പലർക്കും നമ്മോടൊപ്പം യോജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത്രയും പേർക്ക് കൂടാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വളരെ സന്തോഷം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നാലെ അവർ വീഡിയോ കണ്ട് ക്ലാസ് അവർക്ക് അനുഗ്രഹമാകും എന്ന് കരുതുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ആരാധന എന്നൊരു വിഷയമാണ്. അതിൻ്റെ ഒടുവിലെ ഒരു പോസ്റ്റിലേക്ക് ഞാൻ വരികയാണ്. അത് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിഷയം തന്നെ അല്പം വാസ്റ്റായിട്ട് സ്റ്റഡി ചെയ്യാൻ നമ്മൾ സമയം വേർതിരിക്കണമായിരുന്നു. നമ്മളിപ്പോൾ അതിനു വേണ്ടി മെനക്കെടുന്നില്ല. എങ്കിലും ആവറേജ് കാര്യങ്ങളൊന്ന് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവം തന്ന കൃപയ്ക്കൊത്തോണ്ട് ഞാനത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി, ഡെസ്റ്റിനി, ഈ പാറ്റേൺ അനുസരിച്ചാണ് നമ്മളതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആരാധന എന്ന വിഷയത്തിന്റെ ജെനിസിസ് നമ്മൾ കണ്ടു, അതിന്റെ തുടക്കം എവിടെയാണെന്ന് കണ്ടു. രണ്ടാമത് അതിന്റെ എറ്റിമോളജി, ഷക് ആഹ് എന്ന പദത്തിന്റെ അർത്ഥം വീണ് കിടക്കുക എന്നുള്ളതാണ്. 103 സംഘത്തിന് 1-2 വാക്യത്തിൽ എൻ മനമേ യഹോവയുടെ മുമ്പിൽ വീഴുക എന്നാണ്. നമ്മുടെ മലയാളത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എത്ര പേർ ഉൾക്കൊള്ളും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ദൈവത്തെ വാഴ്ത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കർത്താവിനെ നമുക്ക് വാഴ്ത്താൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കർത്താവിനെ നമ്മൾ വാഴ്ത്തുകയല്ല, കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. നമ്മൾ വാഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളാണ് അതിനേക്കാൾ ഹയർ ലെവലിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് കരുതി മഹാഭാവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ക്ലാസ് ആകുമ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കി തരേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ കർത്താവിനെ വാഴ്ത്തണ്ട, കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. ഞാൻ നിങ്ങളെ വന്ദനം ചെയ്തപ്പോഴും അങ്ങനെയല്ല പറഞ്ഞത്. സകല ലോകത്തിന്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ മറ്റൊരാളെ വാഴ്ത്തണമെന്നുണ്ടെങ്കിൽ വാഴ്ത്തുന്ന ആളായിരിക്കണം ടോപ്പ് നിൽക്കുന്നത്, വാഴ്ത്തപ്പെടുന്ന ആൾ താഴെയും വരും. നിങ്ങൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. വിവാദത്തിനും തർക്കത്തിനും ഒന്നും അത് വഴിമരുന്നിടരുത്. നിങ്ങൾ സീരിയസ് ആയി ദൈവജനത്തെ അപ്രോച്ച് ചെയ്യുന്ന ആളുടെ നിലയിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പോട്ടെ. എൻ മനമേ യഹോവയുടെ മുമ്പിൽ, അവന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുക. ഞാൻ ക്ലാസ്സിൽ ഓർപ്പിച്ചു, വീണ് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അക്ഷരികമായി വീഴണം എന്നർത്ഥമില്ല. അങ്ങനെ വീണാൽ ഏറ്റവും നന്നാണ്. ഇനി അത് കഴിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അത് കഴിയണമെന്നില്ലല്ലോ. മുട്ടുമടങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞാൽ കാലിന് പ്രയാസമുള്ളവർക്ക് മുട്ടുമടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. എനിക്ക് മുട്ടുമടക്കിയിരിക്കാൻ പറ്റുകയില്ല. മുമ്പ് ഞാൻ ഏത് മീറ്റിങ്ങിനും മുട്ടുമടക്കി നിലത്തിരുന്നേ ആരാധിക്കുള്ളായിരുന്നു, ഏതൊരു ശുശ്രൂഷയിലും. പക്ഷെ ഇന്നിപ്പോൾ പറ്റുകയില്ല. കാരണം എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം കാലിൻ്റെ 6 മുതൽ 10 വരെ പ്ലാസ്റ്റർ ഒരേ കിടപ്പ് ഒരു 4 മാസം കിടന്നത് കൊണ്ട് കാല് മടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മടങ്ങി കിട്ടുകയില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള വീഴ്ചയേക്കാൾ ഉപരി നമ്മൾ കസേരയിലോ ഏതെങ്കിലും ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് ആ തൃപ്പാദപിടത്തിങ്കൽ വീണ് കിടക്കണം. അതാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വം കരയറ്റുക എന്ന് പറഞ്ഞാൽ, അഥവാ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഉടയവനെ നമ്മളൊരു എൻകൗണ്ടർ, ഫേസ് ടു ഫേസ് തമ്മിൽ കാണുമ്പോഴാണ് ആരാധന പരിപൂർണമാകുന്നത്. ഞാനിതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതാണ് അതിന്റെ അർത്ഥം. ഷക് ആഹ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, വീണ് കിടക്കുകയാണ്. അതാണ് അബ്രഹാം ചെയ്തത്. 3 പേര് വന്നപ്പോൾ നിലം വരെ കുനിഞ്ഞെന്ന മലയാളത്തിൽ നിലത്ത് വീണ് കിടന്നെന്ന അതിനർത്ഥം. വന്നവരാരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അതിന്റെ ജെനിസിസ്, എറ്റിമോളജിയും
മൊറാലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒടുവിലത്തെ പോർഷൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒടുവിലായി ചൂണ്ടിക്കാണിച്ചത് നമ്മൾ ഈ പറയുന്നത് പോലെ ആരാധന എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലായി ആ ഒറിജിനൽ ആരാധന എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. 4-5 അധ്യായങ്ങളായി 24 മൂപ്പന്മാർ കിരീടം തലയിൽ വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ സിംഹാസനിരിക്കുന്നവനെ കണ്ട് തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെച്ച് അതിന് മുമ്പിൽ വീണു. നമ്മൾ പാടും, വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ, അല്ലേ? നമ്മൾ പാടാറുണ്ട്. നമ്മൾ പാടുന്നതേ ഉള്ളൂ, നമ്മൾ ഹൃദയം കൊണ്ട് അത് ചെയ്യുന്നുണ്ടെന്നുള്ള വിഷയം. അങ്ങനെ പറയാൻ കാരണം ശരീരം കൊണ്ട് വീഴുന്ന പല പുള്ളിയും മനസ്സുകൊണ്ട് വീണിട്ടില്ലെന്നുള്ള സത്യം. അതാ ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിനേക്കാൾ, ആ പ്രകടനത്തെക്കാൾ ഒരു വാക്കുപോലും ഉരിയാടിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് ആ പാദപിടുത്തങ്ങൾ വീണ് കിടക്കുകയാണെങ്കിൽ ഉറപ്പായി ദൈവം അവിടാണ് പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് ശമരി സ്ത്രീയുമുള്ള സംസാരത്തിൽ കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾക്ക് നമ്മൾ വായിച്ചു കേട്ടതാണല്ലോ. സത്യനമസ്കാരികൾ പിതാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പോൾ സത്യനമസ്കാരികൾ എന്ന് പറയുമ്പോൾ there are false അല്ലെങ്കിൽ wrong worshippers ഉണ്ടെന്നുള്ളത് ഉറപ്പായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏതെങ്കിലും കൂടിവരവിൽ, നമ്മുടെ കൂട്ടായ്മ ഒക്കെ ആത്യന്തികമായി നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യം ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതല്ല, നമുക്ക് തൃപ്തിയായോ എന്നുള്ള നമ്മുടെ വിഷയം. എനിക്കൊരു സുഖം, ഒന്ന് വിയർത്തു, തൊണ്ടയൊക്കെ ഒന്ന് അടച്ച്, നമ്മുടെ ചിന്ത നല്ല ശബ്ദത്തിൽ പാടുന്ന ദൈവത്തിന് ഇഷ്ടമല്ല, നമ്മുടെ ഈ കറകറ എന്നുള്ള ശബ്ദം ആ ദൈവത്തിന് ഇഷ്ടം എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. നല്ല ശബ്ദത്തിൽ പാടണം നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല, ആലറി കൂകി വിളിച്ച്, അല്ലേ? നോ, അങ്ങനല്ല. എന്ന് കരുതി നമുക്കൊരു ആത്മീയ നിറവും അതിന്റെ ഉദ്ദീപനമൊക്കെ ഉണ്ടാകുമ്പോൾ ശബ്ദമൊക്കെ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. അതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടല്ല പറഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്. ആ നിലയിലുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരുപോലെ നല്ല മാതിരിയുള്ള ശബ്ദമായിരിക്കും എന്നുള്ള, ഏത് ശബ്ദവും സ്വീകരിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. ഞാനൊരു സ്പിരിച്വൽ മച്യൂരിറ്റിയാണ് ഉദ്ദേശിച്ചത്. ഞാനൊരിക്കൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ആൾ എന്നെ വിളിച്ചൊന്ന് ശാസിച്ചു. പ്രത്യേകിച്ച് പ്രാർത്ഥന എന്ന വിഷയമായിരുന്നു ഞാൻ ആ ക്ലാസ് എടുത്തത്. എനിക്ക് അല്പം ഇഷ്ടമുള്ള സബ്ജക്റ്റും അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഇമോഷൻസ് ദൈവത്തിന് വിഷയമാണ്. നമ്മുടെ ചേഷ്ടകൾ, ഫിസിക്കലായിട്ട് നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ് ദൈവത്തിന് വിഷയമാണ്. നമ്മുടെ വൊക്കാബുലറി, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ദൈവത്തിന് വിഷയമാണ്. അതൊക്കെ അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പം ഒരപ്പച്ചൻ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ, എനിക്ക് 3 കൊച്ചുമക്കളും, അവര് 1-ലും 2-ലും ഒക്കെയാ പഠിക്കുന്നത്. വർത്താനം പറഞ്ഞാൽ തിരിയത്തില്ല. എന്നാലും ആ കുഞ്ഞുങ്ങള് എന്നോട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എൻ്റെ ഹൃദയം നിറയും, ഭയങ്കര സന്തോഷം ഉണ്ടാകും. കൊച്ചു കുഞ്ഞുങ്ങള് വാക്കുകൾ തിരിഞ്ഞില്ലെങ്കിലും, ഗ്രാമറൊന്നും കറക്റ്റ് അല്ലെങ്കിലും അവര് പറയുന്ന കേൾക്കുന്ന എനിക്കൊരു ഇഷ്ടമാണ്, സന്തോഷമാണ്. എന്നതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ സ്വർഗത്തിലെ അപ്പച്ചനും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുഞ്ഞു പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചാലേ ദൈവം പ്രസാദിക്കുന്നു എന്നൊന്നും ഇല്ല എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാ. അപ്പച്ചൻ പറയും 100% കറക്റ്റാ. അപ്പച്ചന്റെ കൊച്ചുമക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പച്ചനൊരു സന്തോഷം ഉണ്ടാകും എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ വളർന്ന് ഒരു 60 വയസ്സാകുമ്പോഴും ആ കുഞ്ഞുങ്ങളുടെ രീതിയിൽ തന്നെയാ സംസാരിക്കുന്നെങ്കിലോ, ഇപ്പൊ 1-2 വയസ്സ് സംസാരിച്ചത് ഓക്കെ, അവർക്ക് ഒരു 60 വയസ്സാകുമ്പോഴും 1-ലും 2-ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുമ്പോഴാണ് ഈ 60 വയസ്സുകാരൻ സംസാരിക്കുന്നെങ്കിലോ, കുഴഞ്ഞില്ലേ? ഞാൻ അതേ ഉദ്ദേശിച്ചോളൂ. നമ്മുടെ ആത്മീക ശൈശവ ദശയിൽ
നമ്മൾ പറയുന്ന കുഞ്ഞു വാക്കുകളൊക്കെ സ്വർഗം അംഗീകരിക്കും. പക്ഷെ വളർന്ന് ആത്മീയത പക്വതയിലേക്ക് വരുമ്പോൾ നമ്മുടെ പദങ്ങളും ചേഷ്ടകളും ഒക്കെ ദൈവത്തിന് വിഷയമാണ് എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആരാധന ഫിസിക്കലുള്ള ദൈവത്തിന്റെ പ്രകടനങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം. വികൃതമായ ചേഷ്ടകളൊന്നും ദൈവത്തിൽ കാണിക്കാൻ പാടില്ല. സ്തോത്രം. നമ്മുടെ ദൈവത്തിലുള്ള നിൽപ്പ്, നമ്മുടെ രീതികൾ, ഇടപാടുകളൊക്കെ ഒരു പക്വത ഉണ്ടായിരിക്കണം. അതിനാദ്യം വേണ്ടത് നമ്മുടെ നാടുകളിൽ കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അവിടാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഈ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് നടുക്കൊണ്ടെന്നൊക്കെ വാക്യം പറഞ്ഞു വിടുന്നല്ലാതെ ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന മുഴുവൻ ആക്ടിവിറ്റീസും അവിടെയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മാത്രമായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ പിതാക്കന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാചകം അവരെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. ആ ഒരു വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചെറുപ്പം പോലും കേട്ടിട്ടുണ്ട്. ഇന്ന് ചുരുക്കം ചില ആളുകൾ മാത്രമേ അങ്ങനെ പദം ഉപയോഗിക്കാറുള്ളൂ. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ എവിടാണ് ഇരിക്കുന്നത്, ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് അവിടെ വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റിന്റെ പ്രസൻസ് മനസ്സിലാക്കി അവിടുത്തെ മുഴുവൻ ഇടപാടുകളും അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തായിരിക്കും എന്നർത്ഥം. ഒരുപാട് കാര്യം എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ അതെല്ലാം വിടുക, കാരണം നമുക്ക് എന്നീ വിഷയം തീർക്കണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണ് ആ ആരാധന വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടത്. 24 മൂപ്പന്മാർ, ഞാൻ പറഞ്ഞല്ലോ 12 പേര് അപ്പോസ്തലന്മാർ റെപ്രസെന്റേറ്റീവായും 12 ഗോത്രപിതാക്കന്മാർ റെപ്രസെന്റേറ്റീവായ ടോട്ടൽ 24, 24 പേരും വീണ് അധികാരമുള്ളവരാണ്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് വരുമ്പോഴേ നമ്മുടെ തലയിലെ ഈ കിരീടമൊക്കെ എടുത്തങ്ങ് മാറ്റണം. ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാണെന്നുള്ള ചിന്ത എടുത്തങ്ങ് മാറ്റ്. ഇവിടെ അങ്ങനെ ചെയ്തല്ലോ അവര്. എന്നുവെച്ചാൽ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അവിടുത്തെ ആ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം നിങ്ങൾ പ്രാവചനികമായ രീതിയിൽ നോക്കാതെ ആ ആരാധന എന്ന വിഷയത്തിൽ ആ കോൺസെപ്റ്റ് വായിച്ചു നോക്കണം. അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിലുമുള്ള ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. അത് പറഞ്ഞാണ് വീഴുന്നത്. ഇന്നത്തെ വർഷിപ്പ് ലീഡേഴ്സ് എന്തു പറഞ്ഞാ നമ്മളെ വീഴ്ത്തുന്നേ? നിന്റെ കടഭാരം മാറ്റിയില്ലേ, നിന്റെ കുഞ്ഞിന്റെ കാര്യം ദൈവം നടത്തി തന്നില്ലേ, നിനക്ക് എങ്ങനെ സ്വോത്രം ചെയ്യാതിരിക്കും? എടാ, കൊച്ചിന്റെ കടഭാരം മാറിയില്ല, നീ സ്വോത്രം പറയണ്ടേ? കുഞ്ഞിന്റെ തലവേദന മാറിയില്ലെങ്കിൽ നീ സ്വോത്രം പറയണ്ടേ? കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ പണം കിട്ടിയില്ലെങ്കിൽ സ്തോത്രം പറയണ്ടേ? അതൊക്കെ കൊണ്ടാണോ ദൈവത്തെ വാഴ്ത്തേണ്ടത്? സ്തോത്രം. അതുകൊണ്ടല്ല. അങ്ങനെയാണ് ഇവരെന്തെല്ലാം പറയണം, ഞങ്ങൾക്ക് നീ കിരീടം തന്നല്ലോ, എത്രയോ ആൾക്കാരുണ്ട്, ഞങ്ങളെ മാത്രം അങ്ങ് തെരഞ്ഞെടുത്തല്ലോ, ഞങ്ങൾ 24 പേരെ മാത്രം ഈ സിംഹാസന ചുറ്റും ഇരുത്തിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു. അതൊന്നും അല്ലല്ലോ അവര് പറഞ്ഞത്. അവർക്ക് പറയാൻ ഒറ്റക്കാരുള്ളൂ, കുഞ്ഞാടേ നീ യോഗ്യൻ. എന്തുകൊണ്ട്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളുമുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഒന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം ക്രൂശാണ്, മറ്റൊന്നല്ലെന്നർത്ഥം. ഒരു ദൈവത്തിന്റെ യഥാർത്ഥ ആരാധനയ്ക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ക്രൂശാണെങ്കിൽ ഓക്കെ, അല്ലാത്ത കത്തലൊന്നും കത്തലല്ല. മനസ്സിലാകുന്നുണ്ടോ? ക്രൂശാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പിപ്പാൻ ഇടവരരുത്. കണ്ടോ? എന്തിനും ഏതിനും അകത്ത് കടന്നിങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ഒറ്റ സംഗതിയുള്ളൂ, ക്രൂശ. നമ്മൾ പാടുകല്ലേ, ക്രൂശും എടുത്തിനി ഞാൻ
യേശുവെ പിൻചെൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ. ജീവനൻ പേർക്കായി വെടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. അത്ര മനോഹരമായ പാട്ടാ അതൊക്കെ. മാനം, ധനം, ലോകജ്ഞാനം, സ്ഥാനം, സുഖം ഇതെല്ലാം ലാഭം അല്ലെനിക്ക് വൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. കണ്ടോ, ക്രൂശിനെ ഓർത്തപ്പോ ഇതെല്ലാം ഛേദമെന്നെണ്ണി. അതാണ് ആരാധനയ്ക്ക് പ്രേരണകമായിരിക്കേണ്ടത്. ഇവിടെ 24 പേരും വീണ് നമസ്കരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ, അറുക്കപ്പെട്ട കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ, 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 യോഗ്യൻ. അത് പറഞ്ഞാ വീഴേണ്ടത്. ബാക്കി എല്ലാ സെക്കൻഡറിയും അതിനപ്പുറത്തത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രസംഗത്തിലും ക്ലാസ്സിലും ഒക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, 1-2 കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ആളുകൾക്ക് യാതൊരു ഭാവഭേദമില്ല. അതിലൊന്ന്, ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയമില്ല. 2, കർത്താവ് വരുന്ന കാര്യം പറയുമ്പോഴും ഇത്രയും നമ്മുടെ രോമത്തെ പോലും ഏശാത്തൊരു സംഗതി. സ്തോത്രം. ഈ 2 കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രൂശിന്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിഷയമല്ലേ, ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടു, എത്ര പ്രാവശ്യം അറിഞ്ഞു, ഇത് വല്ല നമുക്ക് ബാധകമാണെന്നാ. യേശുവെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസൻ, ഏറ്റവും ആനന്ദം അവൻ വിശ്വാസിക്കെപ്പോഴും. ഒരു ദൈവത്തിന് യേശു ക്രിസ്തു എന്ന് ഓർക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആനന്ദം പോലെ വേറൊന്നില്ലെന്ന്. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി പറയാം. നമ്മുടെ ബൈബിൾ ക്ലാസ്സിലാണേലും അല്ല ഒരു ഉപവാസ പ്രാർത്ഥന പ്രസംഗത്തിലാണേലും നമ്മൾ മറ്റേ അണ്ണന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എല്ലാവരും 100 നിൽക്കും. നിനക്ക് പോരാട്ടമാണ്, ബന്ധനമാണ്, അവൻ നിന്നോട് പോരാട്ടി നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാത് കെട്ടി നിന്റെ മുമ്പിൽ കുഴി കുഴിച്ച് പുറകോട്ട് വലിക്കുന്ന ദുഷ്ടശക്തി ഒരു ദേശത്ത് നിന്നെ വാദിക്കും, നിന്നെ നാറ്റിക്കുമെന്ന് വാദിക്കും. ചില പോരാട്ടങ്ങളും ബന്ധനങ്ങളും അതിൻ്റെതായ വാദങ്ങളും വാത് കെട്ടി പോരാടി. കവലയിലൊക്കെ ലോട്ടറി ടിക്കറ്റുകാർ പറയും പോലെ ദേവദാസന്മാര് പറയുന്നത്. അത് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെ പിരിപിരിപിരിന്ന് നിൽക്കും. പിന്നെ രക്തത്താ ജയം, ചുണ്ടൊക്കെ വിറച്ച് ഒരു കുടച്ചിലും ഒരു വൈബ്രേഷനും. പ്രാണം എന്ന ക്രൂശിന്റെ കാര്യം പറയുമ്പം ഒരു ഇരിപ്പിരുന്നുണ്ടല്ലോ. സ്തോത്രം. അല്ലല്ലല്ല, ഒരു ദൈവത്തിന്റെ ഉള്ളൊരു ചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്രൂശ് അല്ലാതെ മറ്റൊന്നല്ല. ഞാൻ അങ്ങോട്ട് വരിക, ആരാധന വിഷയം തന്നെയാണ്, വേറെ എങ്ങോട്ടും പോവുകയല്ല. ലാസ്റ്റ് ഞാൻ കൊണ്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ പുസ്തകത്തിനകത്തുള്ളതേ പറയും, ഇല്ലാത്ത ഞാൻ പറയത്തില്ല. ആ കാര്യത്തിൽ മാത്രം എനിക്ക് തൻ്റെ ഇടമുണ്ട്. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ഈ നമ്മളിപ്പം വീണ് നമസ്കരിക്കുന്നത് കണ്ടു, ആരാധന കണ്ടു. ഇനി അടുത്ത പ്രൈസ് സെക്ഷൻ ആരംഭിക്കുക. നിങ്ങൾ ആരെങ്കിലും 92-ാം സംഗീതം ഒന്ന് എടുക്കാമോ? 92-ാം സംഗീതത്തിന് ഒന്നുമുള്ള വാക്യം. 92-ാം സംഗീതത്തിന് 1-2 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്രിതം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. മതി, ഞാൻ പറയാവേ, അല്ലെ നമ്മൾ ഒത്തിരി സമയം എടുക്കണ്ട. ആ സംഗീതത്തിൽ പറയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. അടുത്ത് പറയാ, 10 കമ്പിയുള്ള വാദിത്വം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും
രാവിലെ തോറും നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത്. നോക്കിക്കേ, എങ്ങനെയാ? 3 കമ്പിയുള്ള വീണയല്ല, 10 കമ്പിയുള്ള വീണ. മാത്രമാണോ? ഗംഭീര സ്വരമുള്ള കിന്നരം. അപ്പൊ എവിടെ വരെ കേൾക്കാമെന്ന് ആലോചിക്കുക. ശബ്ദം സഭായോഗത്തിലെ സ്തുതിസ്തോത്ര യാഗങ്ങൾ എത്ര ദൂരം വരെ കേൾക്കാൻ പറ്റണം? രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഇത് ദാവീദിനാണെങ്കിൽ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ, നൃത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാടൻ ഭാഷ പറഞ്ഞൊരു ബോധമില്ലാത്ത രീതിയിൽ നൃത്തം ചെയ്യുന്നയാളാ. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അത് ആരാധനയല്ല, സ്തുതിയാ. രണ്ടും കൂടെ മിക്സ് ആക്കരുത്. ഏതാണ്ട് രണ്ടും കണ്ട ഒരുപോലൊക്കെ ഇരിക്കും. രണ്ടും രണ്ടാ, മിക്സ് ആക്കരുന്ന ഞാൻ പറഞ്ഞത്. സ്തോത്രം. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. കണ്ടോ, 10 കമ്പിയുള്ള വാതിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്ന നല്ലത്. സ്തോത്രം. അപ്പൊ എന്തോ ആരാധന, എന്തൊരു സ്തുതി സ്തോത്ര യാഗങ്ങളായിരിക്കും അവിടെ നടക്കുന്നതല്ലേ. എല്ലാ ഇൻസ്ട്രുമെന്റും വേണം. നിങ്ങളുടെ വിചാരം ഞാൻ ഈ പറഞ്ഞെല്ലാം വരുന്ന അനുസരിച്ച് ഈ പുള്ളിക്ക് കൊയറിനോടൊക്കെ ഉണ്ട് കലിപ്പുള്ള ആളാണെന്ന് തോന്നുന്നോ? അങ്ങനെ അല്ലേ. സ്തോത്രം. ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാമോ അതെല്ലാം വെച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അങ്ങനെ ഇപ്പൊ വന്ന് ചെണ്ട വരെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു നമ്മുടെ കേരളത്തിലെ ചർച്ചാ വിഷയമാ. ചെണ്ട ദൈവത്തിൽ ഉപയോഗിക്കാമോ? ചെണ്ട ഉപയോഗിക്കാം, എന്നാ കുഴപ്പം? കുറച്ച് കഴിയുമ്പോൾ മുത്തിക്കൂടയും വരുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് വന്ന് കേറിക്കോളും. എന്തിനാ ചെണ്ട മാത്രം ആക്കുന്ന? ഉടുക്കും എല്ലാം കൂടെ വരട്ടെ. അതൊരു ഉപകരണമാണല്ലോ. സ്തോത്രം. ആ പോട്ടെ, അത് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകും. എനിക്കും പ്രത്യേക ഒരു ആത്മാവൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് നിയന്ത്രിക്കുക. നമ്മുടെ ആളുകൾ പോയി എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം സംഘത്തിന് വായിക്കണോ വേണ്ടോ എന്നുള്ള സംശയം തീർന്നു. ഇപ്പൊ വായിക്കണ്ടെന്നാണ് ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ വരുന്നത് വേദപുസ്തകം തന്നെ വേണ്ട. സ്തോത്രം. ഇതൊക്കെ വരട്ടെന്നേ ഞാനും പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതിനാണ് പണ്ടേ വേലി കെട്ടി സൂക്ഷിക്കണം നീ പറയാൻ കാരണം. നമുക്കൊരു വേലിക്കെട്ടുണ്ട്, അത് ചൊവ്വിന് സ്ട്രോങ് ആയിട്ട് കെട്ടണം. മനസ്സിലായോ? അതിനാണ് യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്ന അതിര് വിട്ടു പോകുന്ന ഒരുത്തനും. കണ്ടോ, യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്ന അതിര്, അതാണ് നമ്മുടെ ബോർഡർ ലൈൻ, നമ്മുടെ ഫെൻസിങ്, നമ്മുടെ മതിൽ. അതാ, ആ ഉപദേശത്തിന്റെ അതിര് വിട്ടു പോകരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. എന്ന് വെച്ചാൽ നെഹമ്യാവിന്റെ പുസ്തകം കൂടെ പഠിക്കണം. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ ആദ്യം ചെയ്ത ദേവാലയത്തിന്റെ പണിയല്ല, അവരാദ്യം മതിലാ കെട്ടിയത്. അതെന്താ? ആ മതിലാണ് പ്രധാനം. മതില് കെട്ടിക്കഴിഞ്ഞിട്ട് മതി അകത്തെ പണി. നെഹമ്യാവ് പറഞ്ഞ ആലയത്തിന്റെ പണി പറഞ്ഞിക്കട്ടെ, മതിൽ ആദ്യം തീർക്കണം. അല്ലെങ്കിൽ എന്താ, അകത്തുള്ളത് പുറത്തു പോകും, പുറത്തുള്ളതെല്ലാം അകത്തും വന്ന് കയറും. അങ്ങനെ ഈ വേലി ചൊവ്വിന് സ്ട്രോങ് ആയിട്ട് കെട്ടാഞ്ഞത് കൊണ്ട് പുറത്തുള്ളതെല്ലാം അകത്ത് വന്ന് കയറിയല്ലോ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് നിങ്ങൾ പറ. വേർപെട്ട ദൈവമക്കൾ ചെയ്തു വന്ന സകല ശുശ്രൂഷയിലും ലോകത്തിന്റെ മായം കയറിയില്ലേ? കയറി. ആത്മീകത്തിനല്ലല്ലോ അവിടെ പ്രാധാന്യം. ഏതൊരു ശുശ്രൂഷ നോക്കിക്കോ, ഏതൊരു ശുശ്രൂഷയും സകലത്തിനും ലോകത്തിന്റെ എല്ലാ ഇടപാടും വന്ന് കയറിയിട്ടുണ്ട്. അത് വിവാഹ ശുശ്രൂഷയായാലും ശരി, ശവസംസ്കാര ശുശ്രൂഷയായിരുന്നാലും ശരി, മറ്റേത് ശുശ്രൂഷകളായിരുന്നാലും ശരി, അവിടെ എല്ലാം ആത്മീകത്തിന്റെ അതിർവരമ്പ് വിട്ടിട്ട് ലോകത്തിന്റെ അതെല്ലാം അകത്ത് വന്ന് കയറിയിട്ടുണ്ട്. സ്തോത്രം. നമുക്കിത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ വിഷയം വിട്ടു പോവുകയല്ല.
ഈ പരീക്ഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നേരിട്ട പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പിശാച് ഉപയോഗിക്കുന്ന ടെക്നിക്. ആ 40 ദിവസവും പിശാച് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അല്ല, 3 പരീക്ഷ അല്ല കർത്താവിനുണ്ട്, 40 ദിവസവും പരീക്ഷിച്ചു. അതിൽ 3 കാര്യം പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. ആദ്യത്തെ 2 പരീക്ഷകളെയും കർത്താവ് വിജയിച്ചത് ദൈവവചനം കൊണ്ടാണ്. വചനം കൊണ്ട് കർത്താവ് ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ പിശാച് 3ാമത്തെ പരീക്ഷയ്ക്ക് ഉപയോഗിച്ചതും വചനം തന്നെ. ലിസൺ മീ കെയർഫുള്ളി. ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ 2 പരീക്ഷയും കർത്താവ് അതിജീവിച്ചത് ദൈവവചനം പറഞ്ഞ. കർത്താവ് 2 പ്രാവശ്യം വചനം പറഞ്ഞപ്പോൾ 3ാമത് പിശാചും വചനം പറയാൻ തുടങ്ങി. എന്താണ് പിശാചും പറഞ്ഞത്? വചനം തന്നെ. താഴോട്ട് ചാടിക്കോ, നിന്റെ കാല് തട്ടിപ്പോകാതെ ദൂതന്മാർ കയ്യിൽ വഹിച്ചോളും. കണ്ട 2 പ്രാവശ്യം കർത്താവ് വചനം ഉപയോഗിച്ചപ്പോൾ 3ാമത് പിശാചും വചനം ഉപയോഗിക്കാൻ തുടങ്ങി. എന്താ ഉപയോഗിച്ചത്? വചനം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗോഡ്സ് വേർഡ്സ് ഇൻ ഡെവിൾസ് വോയിസ്. ബിവർ ഓഫ് ഇറ്റ്. നിങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞിരിക്കണം. God's words in devil's voice. ദൈവവചനമാ. ആരുടെ വോയിസിൽ? Devil's voice. അവിടെയാണ് അപകടം ഇരിക്കുന്നത്. You got it? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? God's words in devil's voice. ദൈവവചനമാണ് കേൾക്കുന്നത്. പക്ഷെ ഇതാരോ കൈകാര്യം ചെയ്യുന്നേ? നമുക്ക് പ്രശ്നം എന്നറിയാമോ? ദൈവവചനമാണോ? നമുക്ക് വേറൊന്നും അറിയണ്ട. ഇത് ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ വചനമാണോ? നമ്മൾ അത് നോക്കിയാൽ പോരെ. നമ്മളെന്തിനാ വേറെല്ലാം തികഞ്ഞു നോക്കാൻ പോണേ? വചനമാണെങ്കിൽ നമ്മൾ ഏറ്റെടുത്തേക്കണം, ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട. അങ്ങനെ അല്ല ഇതിന്റെ ഇടപാട്. കണ്ടോ? വചനമാ, പക്ഷെ ആരാ പറഞ്ഞത്? Praise the Lord. അപകടം മനസ്സിലാകുന്നുണ്ടോ? വചനമാണ്, സംഗതി സമ്മതിച്ചു. പക്ഷെ ആരാ ഇത് പറയുന്നത്? പിശാച്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട നമ്പർ 1 ഒരു ഫാക്റ്റ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവവചനമാ, സമ്മതിച്ചു. ഇതെവിടുന്ന് വരുന്നെന്നുള്ളതാണ് വിഷയം. സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടോ, അടയാളങ്ങൾ കണ്ടോ, അതിനൊന്നും പുറകെ ദയവായി നിങ്ങൾ ഓടരുത്. ആർക്കും അത്ഭുതം കാണിക്കാനൊക്കെ പറ്റും. ജീവിതത്തിൽ എങ്ങനെ കുഴഞ്ഞു മറിഞ്ഞവനും അത്ഭുതം കാണിക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ ന്യായമാർ പുസ്തകം 16 അധ്യായം വായിച്ചു നോക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം വായിച്ചു നോക്കിയാൽ മതി. തലേദിവസം രാത്രി മുഴുവൻ ശിംശോൻ എവിടെ ആയിരുന്നു? ദലീലയുടെ വീട്ടിലല്ലായിരുന്നോ? അതെ. പിറ്റേ ദിവസം രാവിലെ പുള്ളി തൂണ് 2 വലിച്ചു പറിച്ചെടുത്ത് എതിരെയുള്ള കുന്നിന്മേളിൽ കൊണ്ട വെച്ചു. ഫെരിസ്യർ വന്നപ്പം പിടിച്ചു കേട്ടില്ല, പക്ഷെ 2 കൂടെ പിടിച്ചു കുലുക്കി ഓടാമ്പലോടെ പറിച്ചെടുത്ത് ആ കുന്നിന് മേളിൽ കൊണ്ടുവച്ചു. അന്യായ അത്ഭുതമല്ലേ ചെയ്തേ? അതെ. തലേദിവസം വൈകിട്ട് എവിടെ ആയിരുന്നു? തലേദിവസം വൈകിട്ട് കക്ഷി എവിടെ ആയിരുന്നാ ഞാൻ ചോദിച്ചേ? അവിടെ ആയിരുന്നു. ഓൾ നൈറ്റ് പ്രയർ ആയിരുന്നു അവിടെ. ദലീലയുടെ വീട്ടിലെ ഓൾ നൈറ്റ് പ്രയർ ആയിരുന്നോ ശിംശോൻ? നിങ്ങൾ കാര്യം അറിയാൻ വയ്യാത്തവരല്ലോ. രാത്രി മുഴുവൻ അവിടെ മടി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വന്ന് പുള്ളി ഭയങ്കര മിറക്കൽ ക്രൂസാഡാണ് നടത്തിയത്. അപ്പൊ ഈ തൂണ് പറിക്കുന്നത് കണ്ടു, ഓടാമ്പലൂടെ പറിക്കുന്നത് എടുത്തുകൊണ്ട് മലമേൽ കൊണ്ട് വെക്കുന്നത് കണ്ടോണ്ടെല്ലാം ആള് ക്ലിയർ ആണെന്ന് ചിന്തിക്കരുന്ന ഞാൻ ഈ പറഞ്ഞ. സ്തോത്രം. നമ്മൾ പറഞ്ഞ് അതൊന്നും നോക്കണ്ട. പുള്ളി തൂണ് പറിച്ചെടുത്തു, ഓടാമ്പലൂടെ പറിച്ചെടുത്തോ, കുന്നിന്റെ മേളിൽ കൊണ്ട് വെച്ചോ. കൃപയില്ലെങ്കിൽ അത് ചെയ്യാൻ നോക്കുവോ?
ആ, സ്തോത്രം. പോട്ടെ, നമുക്ക് ഈ പാട്ട് പാടുന്നതില്ല പറഞ്ഞു വരാം. അല്ലേ നിങ്ങൾ എന്റെ ടോൺ മാറുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണ്. നമുക്കാർക്കും ജീവിതം ഒരു വിഷയമേ അല്ലാത്ത നിലയിലേക്ക് പോയി, വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പുറമെയുള്ള പ്രകടനങ്ങളെക്കാൾ ജീവിതം എന്ന യാഥാർത്ഥ്യം തമ്പുരാൻ പരിശോധിക്കുമ്പോൾ അവിടാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയേണ്ടത്. അവിടാണ് പ്രാധാന്യം. മറക്കരുത്. കണ്ടോ, നമ്മള് ഈ പ്രൈസ് സെക്ഷൻ തുടങ്ങി നമ്മൾ കണ്ടല്ലോ. ഞാൻ അതിനൊരു വാക്യം എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തെ സ്തുതിക്കേണ്ടതും ദൈവത്തിന്റെ മഹത്വത്തിന്റെ രീതി എങ്ങനെയാണ്? 10 കമ്പിയുള്ള വീണ കൊണ്ടും വാദിത്വം കൊണ്ടും ഏതെല്ലാം വരങ്ങൾ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കണം. പക്ഷെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. നമ്മൾ ഈ ചില മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. ബഹളം മാത്രമേ ഉള്ളൂ, പാട്ടൊന്നും കേൾക്കാനില്ല. ഈ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഉപയോഗിക്കേണ്ട വ്യവസ്ഥയും വേദപുസ്തകത്തിൽ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പാട്ട് കേൾക്കത്തില്ല, ഇൻസ്ട്രുമെന്റ്സ് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അത് പാടില്ല എന്ന് ഞാനല്ല, വേദപുസ്തകം പറയുന്നു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 68-ാം സംഘത്തിന് 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 68-ാം സംഘത്തിന് 25-ാമത്തെ വാക്യം. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു. ഒന്നുകൂടെ വായിച്ചേ. തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. 25-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ നടന്നു. സംഗീതക്കാർ മുൻപിൽ നടന്നു, പിൻപിൽ നടന്നു. മതി. വല്ല മനസ്സിലായോ? പാട്ട് മുമ്പിൽ പോണം, ഇൻസ്ട്രുമെന്റ് പുറകെ വരാവുള്ളൂ. ഞാൻ പറഞ്ഞല്ല, പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പാട്ട് മുമ്പിൽ നിൽക്കണം, ഇൻസ്ട്രുമെന്റ് അതിന്റെ പുറകിലെ നിൽക്കാം. ക്ലിയർ ആയോ? എല്ലാ ഇൻസ്ട്രുമെന്റും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പക്ഷെ മുമ്പിൽ നിൽക്കേണ്ടത് എന്താണ്? പാട്ടാണ്. സംഗീതക്കാർ മുമ്പിൽ നിൽക്കണം, വീണക്കാർ പുറകെ നിൽക്കണം. സ്തോത്രം. ഇപ്പൊ ഈ വീണക്കാരെല്ലാം മുമ്പ് നിൽക്കുന്ന കാരണം പാട്ടൊന്നും കേൾക്കാനില്ല. എന്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു പറഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ബഹളം കേട്ടാൽ മതി. അതാ വേറെ ഗുണം. പാടുന്നത് എന്താണെന്നോ ഒന്നും നമുക്ക് അറിയണ്ടല്ലോ. പുസ്തകം കൈ കിട്ടി അങ്ങ് പാടുക എന്നുള്ളതല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ച് പാടണമെന്നോ ഒന്നും നമ്മൾ നോക്കാറില്ല. അങ്ങനെ ഞാൻ ഓർക്കുന്ന പണ്ടൊരാള് പാട്ട് പുസ്തകം തുറന്നു, യേശുമാൻ എന്നുള്ള പാട്ട് കണ്ടങ്ങ് പാടി. കാണാതെ അറിയത്തില്ല, നോക്കിയാ പാടുന്നത്. അങ്ങനെ പാടി വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ആ പാട്ടല്ല. യേശു മഹോന്നതനെ എന്ന രീതിയിൽ പുള്ളി പാടി വന്നപ്പം യേശു മഹോന്നതനെ എന്ന രീതി. എന്ന രീതി നമ്മൾ എഴുതിയിരിക്കുന്നത് ആ പാട്ടാന്നോർത്ത് പാടിയതാ. കണ്ടോ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പാടാനുള്ള പാട്ടൊക്കെ നേരത്തെ നേരത്തെ നോക്കിയെടുത്ത് വെച്ച് വളരെ പ്രിപ്പയറായിട്ട് വേണ്ട പാടില്ലെങ്കിൽ എന്ന രീതിയിൽ നിന്ന് പാടിയ പോലെ ഇരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത് ആർക്ക് അർപ്പിക്കുക, എന്തിനാ പാടുക, ഈ വക ചിന്തകളൊന്നും ഇല്ലാതെ ഒരു പാട്ട് പാടണങ്ങ് പാടുക എന്നുള്ളതല്ലാതെ. ഞാൻ പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തിരുമേനി വന്നപ്പോഴത്തേക്കിനും ഒരാളൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേനും പാടി വരുന്നു എന്നാ ദോഷമങ്ങ് സോതമിൽ വരുന്നു എന്നും പറഞ്ഞിട്ട് പാടിയതുപോലെ സിറ്റുവേഷൻ അറിയാതെ കണ്ട് കയറി പാടരുത്. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ പാട്ട് മുൻപിലും ഇൻസ്ട്രുമെന്റ് പുറകിലും അങ്ങനെ ആയിരിക്കണം നമ്മുടെ സഭകളിലും. നമ്മുടെ ആരാധന എത്ര മണിക്കൂർ നിൽക്കണം എന്നുള്ള ഡ്രം വായിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. കമ്പേറുകാരൻ പോയാൽ തീർന്നു. പുള്ളി ഉണ്ടെങ്കിൽ നമുക്കൊരു മൂവ്മെന്റ്സ് ഒക്കെ വരും. ഇല്ല, തീർന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെയല്ല ഇത്. പ്രൈസ് സെക്ഷൻ അങ്ങനെ ആയിക്കോട്ടെ, ആരാധന അങ്ങനെയല്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആരാധന ശരിയായ ഭാഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാൻ പോവാണേ. അതിനാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം എടുക്കണം. 1 മുതലുള്ള വാക്യങ്ങൾ. ആരാവിടെ ശരിയായ ട്രാക്ക് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്?
Hebrews chapter 9 verse 1 onwards. ആദ്യ നിയമത്തിനും എടുത്തൊരു വായിച്ചോളൂ. എന്നാൽ ആദ്യ നിയമത്തിൽ വായിച്ചോ സജ്ജനെ. അഭിയ വായിച്ചോ, നിർത്തണ്ട. എന്നാൽ ആദ്യ നിയമത്തിലും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായി. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായി. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേര്. രണ്ടാം തിരശ്ശീലയ്ക്ക് കീഴിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ദീപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടി നിയമത്തിന്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വിവരിക്കുവാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹോപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല, അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്ത് ഒരു സാദൃശ്യമത്രേ. അതിന് 9-ാം വാക്യം വന്നപ്പോഴത്തേക്കും ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആദ്യ നിയമത്തിനും ആരാധനക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കണേ. ആദ്യ നിയമത്തിനും ആരാധനക്കുള്ള ചട്ടങ്ങളും, ആരാധനക്കുള്ള ചാട്ടങ്ങളും എന്നല്ല, ആരാധനക്കുള്ള ചട്ടങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ചാട്ടമല്ല ചട്ടമാണ് ആരാധന. സ്തോത്രം. നമുക്ക് ചാടിയാലാണ് ആരാധനയാകുന്നത്. പക്ഷെ പുസ്തകം പറഞ്ഞ് ചാട്ടമല്ല ചട്ടമാണ്. മുന്നോട്ട് നീങ്ങുന്നു. ആരാധനക്കുള്ള ചട്ടങ്ങളും വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ സ്ഥലവും സമ ആഗമന കൂടാരം. അവിടുത്തെ ആരാധനയുടെ വ്യത്യസ്ത എന്താ പറയുക വിധങ്ങളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്തിന്? ആദ്യ നിയമത്തിനും ആരാധനക്കുള്ള ചട്ടം. ആ ചട്ടം എങ്ങനെയാണെന്നുള്ളത് പറയുക. സ്തോത്രം. ഞാനിതാ പറഞ്ഞത്, ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കണക്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ആരാധനക്കുള്ള ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇത് എവിടെയാണ്, എന്താണ് ഈ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അറിയാവുന്നവർ ഞാനിപ്പോ പറഞ്ഞ വിട്ടുകളയുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ ചെങ്കടൽ കടന്ന് അക്കരെ കയറി. ആ സമയത്ത് മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തി. കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നു. 40 ദിവസമായിരുന്നല്ലോ മോശയും ദൈവം തമ്മിലുള്ള എൻകൗണ്ടർ. ഒരു മനുഷ്യൻ മറ്റുള്ളവരെ സംസാരിക്കുന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു. അവർ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, വ്യവസ്ഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. പുറപ്പാട് 25:8-9 വാക്യങ്ങളിൽ. അങ്ങനെ ദൈവം മോശയ്ക്ക് കൊടുത്ത, പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ദൈവം ജ്ഞാനാത്മാവിനാൽ നിറച്ച ബസലേലും ഒഹോലിയാബും കൂടെ ചേർന്ന് മരുഭൂമിയിൽ പണിതുയർത്തിയ സഞ്ചരിക്കുന്ന ആലയത്തിന്റെ പേരാണ് സമ ആഗമന കൂടാരം. 100 മുഴം നീളത്തിൽ, 50 മുഴം വീതിയിൽ, 5 മുഴം ഉയരത്തിൽ, 60 തൂണുകൾ ചുറ്റുമതിലായി നിൽക്കുന്ന സമാഗമന കൂടാരം എന്ന പ്രാകാരം വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധവും ഉൾപ്പെടുന്ന പ്രധാന ഭാഗം. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ വേഗം പറയാം. സമാനോടത്തിന്റെ ക്ലാസ് എടുക്കുകയല്ല, ഞാൻ ഈ വിഷയമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറഞ്ഞത്. 1 പ്രാകാരം, വിശുദ്ധ മന്ദിരം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ കാണുന്ന 2 ഉപകരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 100 മുഴം നീളമുണ്ട്, 50 മുഴം വീതിയുണ്ട്, 5 മുഴം ഉയരമുണ്ട്. 60 തൂൺ നിൽക്കുക. തെക്കും വടക്കും 20 തൂണും കിഴക്കും പടിഞ്ഞാറും 10 തൂണും വീതം. ടോട്ടൽ 60 തൂണുകൾ. നിവരെ നിൽക്കുന്ന 60 തൂണുകൾ. ആ തൂണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകാതിരിക്കാൻ അകത്തും പുറത്തുമായി
കുറ്റിയടിച്ച് കയറുകൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുക. അവിടെ ഞാൻ നിവരാൻ നിൽക്കുന്ന 60 തൂണുകൾ. ക്ലിയർ ആയല്ലോ? കിഴക്ക് വശത്ത് മാത്രം ഒരൊറ്റ വാതിലുണ്ട്. ഏക വാതിൽ, ഒരൊറ്റ വാതിലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ വ്യാഖ്യാനിക്കാൻ അറിയാം. യേശുക്രിസ്തുവിന് നിഴലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ വാതിലുടെ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്ന ഉപകരണം 5 മുഴ സമചതുരത്തിൽ 3 മുഴ ഉയരത്തിൽ നിൽക്കുന്ന താമ്രയാഗ പീഠം. നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. 5 മുഴ സമചതുരം, 3 മുഴ ഉയരത്തിൽ 24 മണിക്കൂർ ചൂള പോലെ കത്തിക്കൊണ്ട് നിൽക്കുന്ന താമ്രയാഗ പീഠം. കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഉപകരണം താമ്രയാഗ പീഠമാണ്. അത് കഴിഞ്ഞ് മുമ്പോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് താമ്രത്തൊട്ടി അഥവാ പിത്തളത്തൊട്ടി എന്നറിയപ്പെടുന്നത്. സഹോദരിമാർ കൊണ്ട് കൊടുത്ത ദാനങ്ങളിൽ അവരുടെ പക്കൽ നിന്ന് കൊണ്ട് കൊടുത്ത ദർപ്പണം അഥവാ കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ താമ്രത്തൊട്ടി. കണ്ണാടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അല്ല, നമ്മുടെ ആറന്മുള കണ്ണാടി പോലെ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കണ്ണാടി. അത് താമ്രമാണ്. ആ താമ്രം കണ്ണാടി അവർ കൊടുത്തു. അതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയതാണ് താമ്ര കടൽ പോലെ തോന്നിക്കുന്ന താമ്രത്തൊട്ടി അഥവാ പിത്തളത്തൊട്ടി. അതിലെപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇത് രണ്ടും കഴിഞ്ഞ് അടുത്ത പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ആദ്യം കാണുന്ന ഇടതുവശത്ത് കാണുന്ന ഉപകരണമാണ് 1 താലന്ത് തനി തങ്കം കൊണ്ട് നിർമ്മിച്ച തങ്ക നിലവിളക്ക്. തങ്കം കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് തങ്കവിളക്കെന്നും, നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിലവിളക്കെന്നും, കവരങ്ങൾ ഉള്ളതുകൊണ്ട് കവരവിളക്കെന്നും ഇത് അറിയപ്പെടുന്നു. അത് 24 മണിക്കൂറും കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും പുരോഹിതനത് നോക്കും. കരിന്തിരി കത്തുന്നുണ്ടെങ്കിൽ മുറിച്ചത് മാറ്റും. എന്നിട്ട് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് നിരന്തരം ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു. വലതുവശത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ, അതും ഖദിരമരങ്ങൾ ഉണ്ടാക്കി തങ്കം പൊതിഞ്ഞത് തന്നെയാണ്. 12 അപ്പം 2 നിരയായി 6 എണ്ണം വീതം അടുക്കി വെച്ചിരിക്കുന്നു. അതിന് മീതെ കുന്തിരുക്കം വെച്ചിട്ടുണ്ട്. ചൂടുള്ള അപ്പമാണ് വെക്കുന്ന. ശബത്ത് ദിവസത്തിൽ ഈ അപ്പം മാറ്റി ആ അപ്പം പുരോഹിതൻ ഭക്ഷിക്കുകയും പുതിയ ചൂടുള്ള അപ്പം വെക്കുകയും ചെയ്യണം. അത് പുരോഹിതന്റെ അവകാശമാണ്. കമ്മിറ്റിക്കാര് കൈയിട്ട് വരാൻ പോകരുത്. അത്രയും പറഞ്ഞ് ഞാൻ അത് വിടുന്നു. സ്തോത്രം. ഇത് രണ്ടും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ വിശുദ്ധ മന്ദിരത്തിന് അതിവിസ്തരത്തിന് തൊട്ടുമുമ്പ് കാണുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് ധൂപപീഠം. ഉയരം കൂടിയ ഉപകരണമാണ്. അതും ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. ആ ധൂപപീഠത്തിന്മേൽ 5 കൂട്ടം വസ്തുക്കൾ: നറുംപശ, ഹൽബാലപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്. ഈ 5 കൂട്ട സാധനങ്ങൾ തൈലക്കാരന്റെ വിദ്യപ്രകാരം, അക്കോർഡിംഗ് ടു സിസ്റ്റം ഓഫ് ദി അപ്പോത്തിക്കരി, തൈലക്കാരന്റെ വിദ്യപ്രകാരം ഒരേ അളവിലെടുത്ത് ഇടിച്ച് പൊടിച്ച് റെഡിയാക്കി ധൂപകലശത്തിനകത്തിടും. ഇനി പറഞ്ഞ പാകം ശ്രദ്ധിക്കണേ. അങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര എല്ലാം വട്ടം കറങ്ങി വന്നത്. ഈ ധൂപകലശത്തിനകത്ത് ഈ 5 കൂട്ടം വസ്തുക്കൾ ഒരേ അളവിൽ എടുത്ത് ഇടിച്ച് റെഡിയാക്കി ധൂപകലശത്തിനകത്തിടും. എന്നിട്ട് ഇത് കത്തിക്കണം. ധൂപകലശത്തിനകത്തിട്ട് ഈ 5 കൂട്ടം വസ്തുക്കൾ, സുഗന്ധവർഗങ്ങൾ കത്തിക്കണം. കത്തിക്കണമെങ്കിൽ എവിടുന്നാ തീയും തീക്കല്ലും കൊണ്ടുപോകുന്നത്? വെളിയിൽ പ്രാകാരത്തിൽ കാണുന്ന യാഗപീഠത്തിലെ തീക്കനൽ എടുത്തുകൊണ്ട് വന്ന് ഈ ധൂപകലശത്തിനകത്തിട്ട് കത്തിക്കണം. അതിട്ട് കത്തിച്ചു കഴിയുമ്പോൾ ഈ 5 കൂട്ട സാധനമല്ലേ, നർബശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്, 5ഉം കൂടെ ഒരുപോലെ റെഡിയാക്കിയിട്ട് തീക്കലശത്തിനകത്ത് ഈ കലശം തീ കൊണ്ടുവന്ന് അത് ഈ ധൂപകലശത്തിനകത്തിടും. തീക്കലശത്തിനകത്തെടുത്തുകൊണ്ടിരുന്ന തീക്കഷ്ണങ്ങൾ, കനലുകളൊക്കെ എന്തിനകത്തേക്കിടും? ഈ ധൂപകലശത്തിനകത്തിട്ടിട്ട് അത് കത്തിക്കും. എന്നിട്ട് ആ ധൂപകലശം ധൂപപീഠത്തിന്മേൽ പുരോഹിതൻ അത് വീശുമ്പോൾ അതിന്റെ പുക ഇങ്ങനെ നന്നായിട്ട് ഈ 5 കൂട്ട സ്ഥലം ഇങ്ങനെ നീറിപ്പുകഞ്ഞ് അതിന്റെ പുക മേൽപോട്ട് ഉയരുമ്പോൾ ഒരു സൗരഭ്യവാസന. ഈ 5 കൂട്ട സാധനമല്ലേ, അത് ഒരേ അളവിലെടുത്ത് അത് കത്തിക്കുമ്പോൾ അതിന്റെ പുക നല്ലൊരു സൗരഭ്യവാസന, ഒരു സ്മെല്ലുണ്ടാകും. അതിന്റെ അരോമ, അവരുടെ സൗരഭ്യം മേൽപോട്ടുയരും. ആ പുക മേൽപോട്ട് ഉയർന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സൗരഭ്യവാസനയെ യഹോവയായ ദൈവം ആസ്വദിച്ച് കഴിയുമ്പോൾ, നമ്മൾ സ്മെല്ലൊക്കെ കിട്ടും, നമ്മളൊന്ന് മണത്തെടുക്കല് എന്ന് വെച്ച്, എന്നതുപോലെ ഒന്ന് ആ സൗരഭ്യവാസന യഹോവയായ ദൈവം ആസ്വദിച്ച് കഴിയുമ്പോൾ പിന്നെ തമ്പുരാൻ അവിടെ ഇരിക്കാൻ നോക്കുകയല്ല.
തമ്പുരാൻ നേരെ താഴേക്ക് ഇറങ്ങുക. എവിടെ? അകത്തുള്ള അതിവിസരത്തുള്ള കൃപാസനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഷെഖീന, ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങുന്നു. സ്തോത്രം. അത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ അതിന്റെ പൊരുൾ തിരിക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളുടെ കൂടെ പറഞ്ഞേ. നോക്കൂ, ഈ ഏകവാതിൽ, ഒറ്റ വാതിൽ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് താമ്രയാഗപീഠം. 24 മണിക്കൂർ തീ കത്തിക്കൊണ്ടിരിക്കുക. പുരോഹിതന്മാർ ഒന്നല്ല, നിരവധി പുരോഹിതന്മാരുണ്ട്. അവർ രാവും പകലും അവിടെ ഉണ്ട്. അതെന്താ? ഈ തീ കെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് മാറി മാറി പുരോഹിതന്മാർ എവിടെ ഉണ്ട്? യാഗപീഠത്തിന്റെ അവിടെ ഉണ്ട്. ആരും അത് ഇട്ടേച്ചു പോവുകയല്ല. സ്തോത്രം. ശുശ്രൂഷയേറ്റാൽ 24 മണിക്കൂറും ശുശ്രൂഷയായി ബന്ധപ്പെട്ട് നിൽക്കണം. പുരോഹിതനായി തീർന്നത് 24 മണിക്കൂർ യാഗപീഠമായിട്ട് കണക്ഷൻ ഉണ്ടാകണം. ക്ലിയർ ആയോ? സ്തോത്രം. അത് മാത്രമല്ല, എപ്പോഴാണ് ഇസ്രായേലിലെ പ്രജകളിൽ ആരെങ്കിലും വഴിപാടുമായിട്ട് വരിക എന്നറിയാൻ പറ്റുകയില്ല. നിർബന്ധമായും രാവിലെ വൈകുന്നേരം ഈ യാഗപീഠത്തിന്മേൽ വഴിപാട് നടക്കണം. അത് നിർബന്ധമാണ്. രാവിലെയും വൈകുന്നേരം നിർബന്ധമായി ഹോമയാഗം അവിടെ നടന്നിരിക്കണം. ഇനി അത് നടന്നാലും ഇല്ലെങ്കിലും ശരി, ഇസ്രായേലിലെ ജനങ്ങളിൽ ആരെങ്കിലും ദൈവം ചെയ്ത ഉപകാരം ഓർത്തോ അല്ലെങ്കിൽ പാപത്തിന്റെ പരിഹാരത്തിനായോ തങ്ങൾ ചെയ്തു പോയ കുറ്റത്തിനൊരു പരിഹാരം കിട്ടേണ്ടതിന് യാഗമൃഗത്തെയും കൊണ്ടുവരും, വാതിക്കെ വരും. അപ്പോൾ അവിടെ പുരോഹിതന്മാരുണ്ട്. പുരോഹിതന്മാർ അതിനെ വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ഒന്നാമതായിട്ട് ഈ കൊണ്ടുവരുന്ന ആട്ടുകൊറ്റനോ ചെമ്മരിയാടോ കോലാടോ പശുക്കിടാവോ കാളക്കിടാവോ എന്തായിരുന്നാലും അതിനെ പരിശോധിക്കും. മിനിമം 5 പുരോഹിതന്മാരെങ്കിലും പരിശോധിക്കും. ഈ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാ. കുറഞ്ഞത് 5 പേരെങ്കിലും പരിശോധിക്കും. ഈ 5 പേര് ഓക്കെ പറഞ്ഞെങ്കിലേ യാഗപീഠത്തെ കയറ്റാൻ പറ്റൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എത്ര കോടതി വിസ്തരിച്ച് നിങ്ങൾ ആലോചിച്ചു. പരിശോധിച്ച മുഴുവൻ ആൾക്കാരും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഊനല്ലെന്ന് പറഞ്ഞപ്പോഴാ അങ്ങനെയാണ് യാഗപീഠത്തെ കയറ്റിക്കോളാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ഒക്കെ പൊരുൾ എന്താണെന്നുള്ളത്? എന്റെ ടോപ്പിക് അതല്ലാത്തോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആരാധന ആയതുകൊണ്ടാണ്. അപ്പോൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരാൾ ആട്ടുകൊറ്റനെ താൻ ചെയ്ത കുറ്റത്തിന് പാപത്തിന്റെ പരിഹാരത്തിനായി ആട്ടുകൊറ്റനെ കൊണ്ട് വന്നാൽ പുരോഹിതന്മാർ മാറി മാറി നോക്കി കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കഴുത്തറുക്കും. അതിനുശേഷം തോലുരിക്കും. അതിനുശേഷമായി ഖണ്ഡമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെക്കുകയാണ്. ഞാൻ പറഞ്ഞു 3 മുഴം ഉയരമാണ് ഈ യാഗപീഠത്തിന്. അതിന്റെ വക്കിൽ നിന്നും താഴെ 1.5 മുഴം താഴെ ഒരു വലപ്പണിയുണ്ട്, ഒരു വല. ആ വലയുടെ മേലാണ് മാംസകഷ്ണങ്ങൾ വെക്കുന്നത്. നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യാഗമൃഗത്തിന്റെ മാംസകഷ്ണങ്ങൾ പുരോഹിതൻ മുപ്പല്ലിയും കൊളുത്തുപയോഗിച്ച് തിരിച്ചും മറിച്ചും വെക്കും. നന്നായിട്ട് കത്തി ചാരമായി കഴിയുമ്പോൾ ഈ വലയ്ക്കകത്തൂടെ ചാരം താഴെ വീഴും. ആ ചാരം ഒരു കിണ്ണത്തിൽ പാത്രത്തിൽ എടുത്തതിന് ശേഷം ഈ ചാരം ആടിനെ കൊണ്ട് വന്നവനെ കൊണ്ട് കാണിക്കും. സ്തോത്രം. അത് കണ്ടിട്ടേ യാഗമൃഗത്തെ കൊണ്ട് വന്നവൻ പോകും. ഈ ചാരം കാണുമ്പോൾ അവന്റെ മനസ്സ് തണുക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി ഞാനായിരുന്നു ഈ തീക്കകത്ത് വെന്ത് ചാരമാകേണ്ടത്. പകരം എനിക്ക് പകരമായി ഈ ആട്ടുകൊറ്റൻ ചാരമായി എന്റെ പാപത്തിന്റെ പരിഹാരം വന്നു എന്ന് പറഞ്ഞ് ഹൃദയം തണുത്തവനായി, പാപത്തിന് പരിഹാരം വന്നവനായി സന്തോഷത്തോടെ കൈയൊത്തി ആമേൻ പറഞ്ഞ് അവൻ തന്റെ കൂടാരത്തിലേക്ക് പോകും. നിനക്ക് എന്തോ മനസ്സിലായി? ഈ യാഗപീഠം എന്തിനെല്ലാം ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? ഇസ്രായേലിലെ മുഴുവൻ ജനത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആട്ടുകൊറ്റൻ വെന്തു വെണ്ണീരാകുന്ന യാഗപീഠം എന്തിന് നിഴലാണ്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ചാരമായി തീർന്ന, അഥവാ ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിന് നിഴലാണ് ഏത്? ഈ യാഗപീഠം എന്ന് പറഞ്ഞാൽ വാതിൽക്കളുടെ കയറുന്നവൻ ആദ്യം കാണേണ്ടത് ഈ ക്രൂശ് തന്നെയാണ്.
രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവൻ ക്രൂശിന്റെ ദർശനത്തിലൂടെ വേണം വരാൻ. സ്തോത്രം. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഈ യാഗപീഠം ക്രൂശിന് നിഴലാണ്, അത് വിട്ടുകളയരുതേ. യാഗപീഠം എന്തിനു നിഴലാണ്? ക്രൂശിന് നിഴലാണ്. ഇപ്പൊ അത്ര മതി, സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ധൂപടത്തിലേക്ക് വരിക. നോക്കിക്കേ, ധൂപടത്തിന്മേൽ 5 കൂട്ടം വസ്തുക്കൾ ഒരുക്കി അത് കത്തിച്ചതിന്റെ പുക മേൽപോട്ടുയർന്ന് അതിന്റെ സൗരഭ്യവാസന യഹോവയെ ദൈവം ആസ്വദിക്കുമ്പോൾ ദൈവത്തിന്റെ ഷെക്കേന താഴേക്ക് ഇറങ്ങുന്നു, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നു. അതെങ്ങനെയാണ് ഈ ധൂപകലശത്തിലെ വസ്തുക്കൾ കത്തിച്ചത്? പ്രാകാരത്തിൽ ഇരിക്കുന്ന യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ടുവന്ന് ഈ കലശത്തിനകത്തിട്ട് കത്തിച്ചു. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ യാഗപീഠം എന്തിനു നിഴലാണെന്നാണ് ഞാൻ പറഞ്ഞേ? യേശു ക്രിസ്തുവിന്റെ ക്രൂശിനും ക്രൂശുമരണത്തിനും കാൽവറി ബലിമരണത്തിന് നിഴലാണ് എന്ത്? ഈ താമ്രയാഗപീഠം. അവിടുന്ന് കനലെടുത്തുകൊണ്ട് വന്ന് വേണം ധൂപപീഠത്തിന്മേലിരിക്കുന്ന ധൂപകലശത്തിനകത്തിട്ട് കത്തിക്കാൻ. അപ്പോൾ ആ പുക മേൽപോട്ട് വരുമ്പോഴാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത്. ധൂപകലശം കത്തിക്കാനുള്ള കനൽ എവിടുന്ന് എടുക്കണം? യാഗപീഠത്തിൽ നിന്ന് എടുക്കണം. യാഗപീഠം എന്തിന് നിഴലാണ്? കാൽവരി ക്രൂശിന് നിഴലാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ധൂപകലശം കത്തണമെന്നുണ്ടെങ്കിൽ എന്റെ കനൽ എവിടുന്ന് വരണം? യാഗപീഠത്തിന്മേൽ അഥവാ ക്രൂശിൽ നിന്ന് വരണം. പറയാം, ക്രൂശിന്റെ ചിന്തയും ക്രൂശിന്റെ ഊഷ്മളതയും ക്രൂശിന്റെ ചൈതന്യവുമാണ് ഒരു ദൈവത്തിന്റെ അകത്ത് കത്തൽ ഉണ്ടാക്കുന്നത്. ക്രൂശിന്റെ കത്തലല്ലാത്തത്, ധൂപപീഠത്തിലെ കനലല്ലാതെ എടുക്കുന്ന ഒരു കനലും കനലല്ല. സ്തോത്രം. എനിക്കറിയാം, ഇത് പറഞ്ഞ ഞാൻ വീട്ടിൽ ഇരിക്കത്തുള്ളൂ, ഒരു കുഞ്ഞുങ്ങൾ എന്നെ യോഗത്തിന് വിളിക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? അതിന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങിച്ച് കാത്തട്ടെ കാത്തട്ടെ കാത്തട്ടെ, ഒരറ്റം പോലെ അങ്ങേറ്റം വരെ കാത്തട്ടെ കാത്തട്ടെ എന്ന് ബഹളം വെക്കുകയാണെങ്കിൽ എല്ലാവരും പറയും പുള്ളിക്ക് ഭയങ്കര കൃപയാണ്. അങ്ങനെ കാത്തട്ടെ കാത്തട്ടെ എന്ന് പറഞ്ഞാൽ കത്തുന്ന ഒരൈറ്റവും ഇല്ല. കത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രേരക ശക്തി ക്രൂശായിരിക്കണം. ക്രൂശല്ലാത്ത തീയൊന്നും തീയല്ല. ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകാത്ത കത്തലൊന്നും കത്തലല്ലെന്നാ ഞാൻ ഈ പറഞ്ഞ. എന്നോട് വഴക്കുണ്ടാക്കരുത്. ഇതുണ്ടാക്കി വെച്ച മോശയോടും ദൈവത്തോടും ചോദിച്ചു തീർക്കണം. ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ ഇനി അവിടെ വരെ പോയി എടുത്തു വരാൻ പറ്റിയല്ലോ. ഇവിടെ തന്നെ ഉടനെ തീപ്പെട്ടി കുറച്ച് കത്തിച്ച് പുക വന്നാ പോരെ, നമുക്ക് പുക മതിയല്ലോ. എങ്ങനെ കത്തിയാലും വിഷയമല്ല. നമ്മൾ നോക്കും പുക കണ്ടാൽ മതി. അങ്ങനെ എങ്ങനെയും കത്തിച്ച് ഏതെങ്കിലും പുകയുണ്ടാക്കിയാൽ ദൈവത്തിന്റെ ഷെഖേന ഇറങ്ങിയല്ല. എനിക്ക് എന്തോ പിടി കിട്ടി? നമുക്ക് ആരാധന എന്ന ടോപ്പിക്കേ വേണ്ടായിരുന്നു. എങ്ങനെ 2 പാട്ടും പാടി യോഗം നടത്തി അങ്ങ് പോയാൽ മതിയായിരുന്നു. സ്തോത്രം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വിളിച്ചവനെയും വിളി കേട്ടവനും തമ്മിൽ കാണുന്ന ഇടമാണ് ആരാധനയുടെ മൂർത്തിഭാവം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് സമ ആഗമന കൂടാരം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനും ദൈവത്തെ തേടി വരുന്ന മനുഷ്യനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം, അതാണ് സമ ആഗമന കൂടാരം. കണ്ടോ, മനുഷ്യനും ദൈവവും തമ്മിൽ എതിരേറ്റു വന്ന് കണ്ടുമുട്ടുന്ന ഇടം. അതിന്റെ പേരാണ് ആരാധന. നമ്മൾ ഞായറാഴ്ച സഭാത്തിന് വെച്ച് ആരെ കണ്ടിട്ടാ പോണേ? അതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കണ്ടു, പിന്നെ 1-2 പേര് വന്നില്ല, അവരെയൊക്കെ നോട്ട് ചെയ്തായിരുന്നു. എന്റെ ചോദ്യം, കാണേണ്ടവനെ കണ്ടോ? കാണേണ്ടവനെ കണ്ടിട്ട് സംതൃപ്തിയോടെയാണോ പോകുന്നേ? പിന്നെ എന്തോന്ന് ആരാധന? നമുക്ക് പാട്ടുകാരുണ്ട്, കീബോർഡ് വായിക്കുന്നവരുണ്ട്, ഡ്രം പ്ലേ ചെയ്യുന്നവരുണ്ട്, ഗിറ്റാർ വായിക്കുന്നവരുണ്ട്, മൃദംപാട് വായിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, എല്ലാം ചെയ്യുന്നവരുണ്ട്. ട്രൂ വർഷിപ്പേഴ്സ് ആണ് നമുക്കില്ലാത്തത്. ട്രൂ വർഷിപ്പേഴ്സ്. ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ തുടങ്ങിയതല്ലേ, 8:40 കഴിഞ്ഞപ്പോൾ 8:45 ആയപ്പോഴാണ് തുടങ്ങിയല്ലോ. ഒരുപാട് നേരം ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇനി നിർത്താൻ പോകും.
മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് ഹൃദയം കൊണ്ട് ദൈവത്തിനിൽ വീണ് ദൈവത്തെ ആരാധിക്കാൻ, നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ആരാധന. നമ്മുടെ തലക്കനൊക്കെ എടുത്തു മാറ്റി ഞാൻ ഏതുമില്ല എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ പാദപീഠത്തിൽ വീഴുമ്പോഴാണ് ആരാധന ശരിയാകുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ കൊണ്ട് ആരാധന തീരുന്നില്ല. അതാണ് ആദ്യ നിയമത്തിനും ആരാധനയ്ക്ക് ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. രക്തം കൂടാതെ അല്ല എന്ന് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞത് ശ്രദ്ധിച്ചേ. അയാളുടെ ക്ലൈമാക്സ് എങ്ങനെയെന്ന് അറിയാമോ? പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ അറുക്കപ്പെട്ട ആട്ടുകൊറ്റന്റെ രക്തവുമായി അതിവിസ്ഥലത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അന്ന് 2 ആടിനെ കൊണ്ടുവരും. ഒന്ന് ദൈവത്തിന് വേണ്ടി, മറ്റൊന്ന് അസസ്സലിന് വേണ്ടി. 2 ആടിനെയും കൊണ്ടുവന്ന് ചീട്ടിട്ട് തെരഞ്ഞെടുക്കും. ദൈവത്തുള്ള ആടേതാണ്, അസസ്സലുള്ള ആടേതാണ്. എന്നിട്ട് അസസ്സലിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിനെ മാറ്റി നിർത്തും, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിനെ മാറ്റി നിർത്തും. എന്നിട്ട് 2 സ്വർണ്ണ കുടങ്ങൾ കൊണ്ടുവരും. ആ 2 സ്വർണ്ണക്കുടത്തിനകത്തും ചുവന്ന 2 റിബൺ കിടപ്പുണ്ട്. ചുവന്ന 2 റിബൺ. അതിൽ ഒരു കുടത്തിലെ റിബൺ എടുത്തിട്ട് അസസ്സലിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിന്റെ കൊമ്പിൽ ഈ ചുവപ്പ് നാട ഈ റിബൺ കെട്ടും. മറ്റേ ചുവപ്പ് നാട അല്ലെങ്കിൽ റിബൺ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിന്റെ കഴുത്തിലും കെട്ടും. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിന്റെ കഴുത്തിൽ ഇത് കെട്ടുന്നു, അസസ്സലിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിന്റെ കൊമ്പിൽ ഈ ചുവപ്പ് ചരട് കെട്ടുന്നു. എന്നിട്ട് ജനമെല്ലാം നോക്കി നിൽക്കെ ഈ ആടിനെ ഉഴിഞ്ഞ് ജനത്തിന്റെ പാപമെല്ലാം ഈ ആടിന്റെ മേൽ ചുമത്തും. ആടിനെ ഉഴിയുക എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഉടച്ചു വാർക്കുന്ന രീതി. അതിനെ ഉടക്കിയ ഉഴി. അപ്പോൾ ഉഴിയുമ്പോൾ അസ്ഥിയെല്ലാം പൊട്ടുന്ന വേദന ആടിനുണ്ടാകും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിട്ട് ഈ വാക്യം കണക്ട് ചെയ്യുന്നുണ്ടോ? സ്തോത്രം. കണക്ട് ചെയ്യണം. എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം നിർത്താം. ഉഴിയുമ്പോൾ അതിന്റെ അസ്ഥി ഒടിയുന്ന വേദന ആടിനുണ്ടാകും. നിലവിളിക്കും. ഉഴിഞ്ഞതിന് ശേഷം നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ ആടിനെ കൊടുത്തു വിടുക. അന്ന് ശബത്ത് ദിവസമായതുകൊണ്ട് 2000 മുഴം ഒരാൾക്ക് നടക്കാൻ പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം 1000 മുഴം അകലത്തിൽ നിൽക്കും. ഈ ആടിനെ അവിടെ കൊണ്ടു കൊടുക്കും. അവിടുന്ന് അദ്ദേഹം വാങ്ങിച്ച് അടുത്ത ആളുടെ കൈ കൊടുക്കും. 1000 മുഴം അപ്പുറത്ത് വേറെ ആൾ നിൽപ്പുണ്ട്. ഇങ്ങനെ 12 പേരാ നിൽക്കുന്നത്. അത്രയും അകലെ വരെ പോകും. അന്നേരമല്ല ജനം ഈ ആടിനെ നോക്കി നിൽക്കുക. അതെന്താണ്? ആട് അകന്നു പോകുന്നതിനനുസരിച്ച് ജനമല്ല ഈ ആടിന്റെ കൊമ്പിൽ നോക്കും. കാരണം ദൈവരുടെ പാപങ്ങൾ പൊറുത്തോ ഇല്ലെന്ന് അറിയാനുള്ള ടെക്നിക്ക് അവിടെ. ആട് അകന്നകന്ന് പോകും തോറും ഈ ആടിന്റെ കൊമ്പിൽ കെട്ടിരിക്കുന്ന ചുവപ്പ് നാട, ആ റിബൺ പതിയെ പതിയെ വെള്ളയായി മാറാൻ തുടങ്ങും. അങ്ങനെ മാറുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഞങ്ങളുടെ പാപക്കറകളെല്ലാം തമ്പുരാൻ നീക്കി. അതാണ് യെശയ്യാപ്രവചനത്തിൽ പ്രവാചകൻ പറയുക, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ഞുപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആക്കി തീർക്കുമെന്ന് പ്രവാചകൻ പറയാൻ കാരണം ഇത് കണ്ടിട്ടാ. മനസ്സിലാകുന്നുണ്ടോ? ഒറിജിനൽ ആടിനെ പരിചയപ്പെടുത്തുന്ന പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. കണ്ടോ? 12ാമത്തെ ആളുടെ അടുക്കൽ എത്തുമ്പോഴേക്കും ഈ ആളുടെ തലയിൽ ഈ ചുവപ്പ് നാട റിബൺ തനി വെള്ളയായി മാറിയിരിക്കും. അത് കാണുമ്പോഴാണ് ജനത്തിന് മനസ്സിലാകുന്നത് പാപം പിതാവാം ദൈവം പൊറുത്തു എന്ന് മനസ്സിലാകും. എന്നിട്ട് പുരോഹിതൻ തിരിഞ്ഞ് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ആടിനെ അറുത്ത് അതിന്റെ രക്തം ഒരു തുള്ളി പോലും താഴെ പോകാതെ പാത്രത്തിൽ ശേഖരിക്കും.
എന്നിട്ട് ആ രക്തവുമായി ജനത്തിന്റെ നടുവിലൂടെ മഹാപുരോഹിതൻ വരുന്ന രംഗമുണ്ട്. അറുക്കപ്പെട്ട ആട്ടുകൊറ്റന്റെ രക്തവുമായി പുരോഹിതൻ വരുമ്പോൾ പുരോഹിതൻ വിളിച്ചു പറയും, ആരും എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും കൃപാസനത്തിൽ പോയിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാട്ട് നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ടോ? സ്തോത്രം. എനിക്കിതൊക്കെ പറയുമ്പോൾ അകം കടന്ന് ഇങ്ങനെ തുടിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുക. സ്തോത്രം. ആരും എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും കൃപാസനത്തിങ്കൽ പോയിട്ടില്ല എന്ന് മഹാപുരോഹിതൻ വിളിച്ചു പറയും. കാരണം പാപം പരിഹരിക്കപ്പെട്ട എന്റെ ആവേശത്തിൽ പുരോഹിതനെ തൊടാൻ സാധ്യതയുണ്ട്. പുരോഹിതൻ വിളിച്ചു പറയും, ആരും എന്റെ അടുത്ത് വരരുത്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും കൃപാസനത്തിൽ പോയില്ല. ഇത് വിളിച്ചു പറയുമ്പോൾ ജനമെല്ലാം പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഈ രക്തവുമായി മഹാപുരോഹിതൻ അതിവിശുദ്ധത്തിൽ കയറി ചെന്നിട്ട് കൃപാസനത്തിന്മേ രക്തം തളിക്കുന്നു. രക്തമല്ലോ ജീവന് ആധാരമായിരിക്കുന്നത്. കണ്ടോ? രക്തം അർപ്പിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ്. സൂചി താഴെ വീണാൽ അറിയാം. ജീവൻ അർപ്പിക്കുക, അതിന്റെ പേരാണ് ആരാധന. പിൻ ഡ്രോപ്പ് സൈലൻസ്. ഹൃദയം ദൈവത്തിന് പകരുന്നു. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ വിവരം പറഞ്ഞു കൊടുക്കേണ്ട ഏലി പുരോഹിതൻ പറയുക, അവള് വീഞ്ഞു കുടിച്ച് മത്തിയായിരിക്കുന്നു. അവള് പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ പകരുക അത്രേ ചെയ്തത്. ചുണ്ടാനങ്ങുന്നത് മാത്രമല്ല, ശബ്ദം പുറത്തു വരുന്നില്ല. അവിടാണ് പ്രിയരെ ആരാധന. പ്രൈസ് ദി ലോർഡ്. അത് ഞായറാഴ്ച നടക്കുന്നതല്ല, തിങ്കളാഴ്ച മാത്രം നടക്കുന്നതല്ല. എപ്പോഴൊക്കെ കയറി ചെല്ലാമോ അപ്പോഴെല്ലാം ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമാക്കി അനുഭവാക്കേണ്ട സംഗതിയാണ് ആരാധന. ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ സഭായകമാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സാക്ഷ്യമുണ്ട്, സംഗീതമുണ്ട്, പ്രബോധനമുണ്ട്, പ്രസംഗങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അത് സഭായോഗമാണ്, ആരാധനയല്ല. ആരാധന ഇങ്ങനെ വേണം നടക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് മൗനമായി ശബ്ദമൊന്നുമില്ലാതെ കാണുന്നവർ വിചാരിക്കും നമ്മൾ മയങ്ങുകയാണ്. നോ, അല്ല. കാണേണ്ടവനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൽ അർപ്പിക്കുക, ഹൃദയം ദൈവത്തിൽ പകരുക. ശബ്ദം ഒട്ടും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടാകാം, ചിലപ്പോൾ ചുണ്ടാനങ്ങുന്നുണ്ടാകാം. അതിനപ്പുറം മറ്റ് പ്രകടനമൊന്നുമില്ല. ഹൃദയം കൊണ്ട് അവന്റെ പാദാന്തികെ പാദപിടുത്തങ്ങൾ വീണ് കിടക്കുന്നു. ദൈവപ്രസാദമുള്ള ഒരാരാധന, ദൈവം പ്രസാദിക്കുന്ന ഒരാരാധന കരേറ്റുവാൻ, വചനപ്രകാരം ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.